നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നോക്കൂ, ഇന്ന് കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ ലാലേട്ടൻ വന്നിട്ടുള്ള ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ് നടന്നു അല്ലേ. ഞാൻ അതിനെക്കുറിച്ച് ഞാനും വൈഫും കൂടി നമ്മുടെ മെയിൻ ചാനലിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ അതിൽ പറയാൻ വിട്ടുപോയി. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ടു ബാക്ക് കോണ്ടന്റ് ഒരു ചാനലിൽ ഇടുന്ന സമയത്ത് അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴുമായിട്ട് ഈ നെക്സ്റ്റ് ചാനലിലേക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട്, എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്ന ആളാണ് നിങ്ങളെങ്കിൽ ദയവ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെൽ നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോക്കൂ, ഇന്നത്തെ മെയിൻ വിഷയം തന്നെ ഞാൻ ഈ രേണു എടുത്ത് പറയുമെന്ന് വിചാരിക്കരുത്. രേണു സുധി ബിഗ് ബോസിലെ ഒരു കോണ്ടസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവർ കണ്ടസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ഞാൻ ഇത്രയും ഒരു എളിമയോടുകൂടി പറയുന്നത് എന്താ പറയുക, എളിമയോടുകൂടി പറയേണ്ട വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ എവിടെ നിന്നില്ലാതെ ഒരുപാട് പേര് രേണുവിനെ സപ്പോർട്ടായിട്ട് വരുന്നു. രേണുവിനെ സപ്പോർട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. രേണുവിനെ നല്ല ഏതൊരു കണ്ടസ്റ്റിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. രണ്ട് രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. ഒന്ന്, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വല്ല കാശ് വാങ്ങിച്ചിട്ട് PR ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. രണ്ടാമത്തെ കേസ് അതല്ല, നിങ്ങൾക്ക് സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, നിങ്ങൾ എന്തൊക്കെയോ ആണ് വിചാരിച്ചിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ചെയ്തോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അതിൻ്റെ നിലനിൽപ്പ് ഒരുപാട് പേർക്ക് വളരെ അത്യാവശ്യമാണ്. ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു ബിസിനസ്സാണ് അല്ലേ. ഇതിലൂടെ ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് പേര് അഡ്വർടൈസിങ് അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നു പോകുന്നുണ്ട്. പല യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഈ യൂട്യൂബ് ചാനൽസ് ഇതൊക്കെ നിലനിൽക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഈ സംഗതികളിൽ എത്തുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഷോനെ തകർക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ആരും ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ നോർമൽ ഫോമാറ്റിൽ നിന്ന് വിട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു രേണു സുധി ഉള്ളിൽ ചെന്നിട്ട് ആ പുറത്തുള്ള ആ വിഷയം, ഞാൻ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം ചെയ്യുന്ന സമയത്ത് വളരെ ഗൗരവമായിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് സീരിയസ് ആയിട്ട് കലിക്കാൻ കാരണം എന്താ പറയുക, കലിപ്പ് വരെ. ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ ഒരു ലെവലിലേ പോകാറുള്ളൂ. പക്ഷെ ഞാൻ ആ വീഡിയോ അത്രയും, എന്നോട് പല ആൾക്കാരും എന്നെ പേഴ്സണലി വരെ കോൺടാക്ട് ചെയ്തോളൂ, ബ്രോ ഭയങ്കര കലിപ്പിലാണുള്ള വീഡിയോ. എന്തുകൊണ്ടാണെന്നറിയോ, ബിഗ് ബോസ് ഷോ നിലനിൽക്കണം. നോക്കൂ, നിങ്ങളും ഞാനും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ മിക്കവാറും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം അല്ലെ, നല്ലൊരു ശതമാനം. അല്ലാത്തവർ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഈ വീഡിയോ കാണണ്ടായിരിക്കില്ല. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെയും എൻ്റെയും. അപ്പം നമ്മൾ ഈ ഒരു ഷോ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരെ ഒരുപാട് പേര് പുച്ഛിക്കുന്നുണ്ട് പുറത്തുനിന്ന് അല്ലേ. എന്താണ് കാരണം ചില ആൾക്കാർ അങ്ങനെയാണ്, ഈ ഷോന് തീരെ ഇഷ്ടമല്ല, ഈ ഷോ എന്താണെന്നറിയില്ല, പക്ഷെ എന്നാലും ഇത് കാണണം, ഈ കാണുന്ന ആൾക്കാരെ പുച്ഛിക്കണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷോ നടത്തുമ്പോൾ ആ ഷോ അവിടെ നിലനിൽക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. എന്തായാലും സംഭവം എന്നറിയോ, ഓൾറെഡി ബിഗ് ബോസ് എന്ന ഷോനെ കുറിച്ച് കഴിഞ്ഞ സീസണിലുള്ള ചില കാര്യങ്ങൾ, സ്പെഷ്യലി കഴിഞ്ഞ സീസണിൽ വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് റിലേറ്റഡ് ആയിട്ട് ഫേവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസൺ 6 എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ കളങ്കമായിട്ടുള്ളൊരു സീസണായിരുന്നു സീസൺ 6. കാരണം മര്യാദയ്ക്കുള്ള പ്രേക്ഷകരോടുള്ള നീതി പുലർത്താൻ പറ്റിയില്ല, ഒരു മര്യാദയ്ക്കുള്ള സീസണേ ആയിരുന്നില്ല. കംപ്ലീറ്റ് വാഴകളെ കൊണ്ട് നിറയ്ക്കുന്നു, ഒരു വസ്തു അവർ ചെയ്യുന്നില്ല. ബിഗ് ബോസ് എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇനി വിചാരിച്ചോ, കഴിഞ്ഞ ദിവസത്തെ എന്താ ഇനി പറയുന്നത്, നടത്തിപ്പുകാരുടെ പ്രശ്നമാണോ സംഭവം ഞാൻ അയക്കി കിടക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ സീസൺ 6 ഒരു തിരുത്തൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വി ബാഡ്ലി വാണ്ടഡ് ഇറ്റ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള സംഗതി എന്തെന്നറിയോ, വി വോണ്ട് എ ചേഞ്ച്. നമുക്ക് ഇപ്രാവശ്യം ഒരു ചേഞ്ച് വേണം. നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് അതിനുള്ള ജസ്റ്റിസ് നമുക്ക് അതിനുള്ള ആ ഒരു വി ഡിസേർവ് എ ബെറ്റർ ഷോ. ഇതാണ് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ അതന്നെയാണ് അവർ 7ൻ്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ഗൗരവമായിട്ടും മച്ചുവേർഡായിട്ടാണ് ബിഗ് ബോസ് എന്നീ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് സംഘാടകരും ലാലേട്ടനാണെങ്കിലും ലാലേട്ടൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം വളരെ ഗൗരവമായിട്ടാണ് ഈ ഒരു വിഷയത്തിനെ കണ്ടിട്ടുള്ളത്. എത്ര സീരിയസ് ഒഫൻസാണ്, എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ഈ ഷോനെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നറിയോ. പല ആൾക്കാരും ഈ ഷോക്കെതിരെ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം എന്താ അറിയോ, ഈ ഒരു ഒറ്റ കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യം കൊണ്ട് മാത്രം ഇവർ കാണിച്ചിട്ടുള്ള ഈ ഒരു പരിപാടികൾ കാരണം എത്ര വലിയൊരു ചീത്തപ്പേരാണ് ഈ ഷോയ്ക്ക് വരാൻ പോകുന്നത്. അത് അവർ തിരുത്തിയത് വളരെ നന്നായി. ആ ആൾക്കാരെ വിട്ടൊരു ഉള്ളിൽ സെർച്ച് ചെയ്യുന്നു, ഇങ്ങനത്തെ മൊബൈലുണ്ടോ അതുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നു, കത്ത് വായിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചത് വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു. ആ ഒരു വ്യക്തി രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നിന്ന നിൽപ്പിൽ ലിറ്ററലി കാറ്റ് കുത്തിവിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത്ര അധികം എനിക്ക് തോന്നുന്നില്ല, ഇത്ര അധികം മാനക്കേട് ഒരു കണ്ടസ്റ്റൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നില്ല.
ഷീ ഡിസേർവ്ഡ് ഇറ്റ്. അവരതിന് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അത്രയും മോശമായിട്ടുള്ള സംഗതി ചെയ്ത്. ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു വേർഷൻ കണ്ടു നോക്കൂ. അതാണ് വീണ്ടും അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പറയുന്ന സമയത്ത് ഇതിനിങ്ങനെ പിന്തുടർന്ന് പറയുകയാണെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലേ. അപ്രിയ സത്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതങ്ങനെ തോന്നുള്ളൂ. എല്ലാവർക്കും ഇല്ല, ഇതിന് താങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തോന്നിപ്പോവും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്യാമറയുടെ മുന്നിൽ ചെന്നിട്ട് അതുപോലത്തെ ഒരു പൊറാട്ട് നാടകം, ഒരു അഭിനയം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗിമ്മിക്ക് എന്തിനായിരുന്നു? ക്യാമറയിൽ വന്ന് പറയുകയാണെങ്കിൽ തന്നെ ദാറ്റ് ഷോസ് യുവർ ക്വാളിറ്റി. നിങ്ങളുടെ ക്വാളിറ്റിയാണ് അതിൽ കാണിക്കുന്നത്, ആ കണ്ടസ്റ്റൻറ്റിൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അരെ എത്ര പേര് ഈ ഒരു ഷോയിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെന്നറിയോ? ലോട്ട് ഓഫ് പീപ്പിൾ. എത്ര പേര് ട്രൈ ചെയ്യുന്നുണ്ട്. 3 വർഷം 4 വർഷമൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടാതെ, 5 വർഷമൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത ഈ ഷോ അങ്ങനത്തെ ആൾക്കാർക്ക് വലിയൊരു സംഗതിയാണ്. അവിടെ യു മേക്കിംഗ് സം കോൺട്രവേഴ്സീസ് ആൻഡ് യു ഗെറ്റിംഗ് ഇൻ ടു ദി ഷോ. നിങ്ങൾ ഈ ഷോയിൽ കയറി കഴിഞ്ഞിട്ട് ഡിസേർവിങ് അല്ലാത്ത ആൾക്കാരെ ദയവ് ചെയ്ത് എടുക്കാതിരിക്കുക ബിഗ് ബോസ്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി. ആരെങ്കിലും കാണുമെന്നുള്ള അറിയില്ല. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി. സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ഉണ്ട്, 4 ആൾ ചർച്ച ചെയ്യുന്ന വെച്ചിട്ട് ഇതുപോലത്തെ കണ്ടസ്റ്റൻസിനെ എടുക്കാതിരിക്കുക. വി വോണ്ട് ക്വാളിറ്റി കണ്ടസ്റ്റൻസ്. ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് തന്നെ അറിയുന്നില്ല. എന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് ചിരി വന്ന സംഭവം അതല്ല. ഒരു കസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കണ്ടു, ഒരു കസിനാണ്, എൻ്റെ കസിനാണ്. അങ്ങനെ ഒരു കസിൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കമൻസിൽ വന്നിട്ടുള്ള മറുപടി ഇതാണ്, ഇവരുടെ കൂടെ നടന്നിട്ടുള്ള പ്രതീക്ഷയാണ് ഇവരുടെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ കേട്ടു. രണ്ടാമത്തെ സംഗതി കേട്ടത് വേറെ ഒരു മറ്റൊരു ചാനലാണ് ഇവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന സംഭവം ഞാൻ കേട്ടു. ഈ 2 സംഗതികൾ കേട്ടു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടത് പറഞ്ഞു തന്നെയുള്ളൂ. ഇനി അവരാണിത് ചെയ്തതെന്ന് വിചാരിക്കുക. ഇനി അവർ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്, അല്ലെങ്കിൽ അവരിപ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ജയിച്ചു വന്നോട്ടെ, അല്ലെങ്കിൽ ഇവർക്ക് 10 വോട്ടെങ്കിൽ 10 വോട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു പൊട്ടബുദ്ധി ചെയ്തതാണെങ്കിൽ ഇവരുടെ അറിവോടെയാണല്ലോ ചെയ്തത്. അല്ലാണ്ട് ഉറക്കത്തിൽ പിടിച്ച് നീപ്പിച്ചിട്ട് ആരും വീഡിയോ ചെയ്യില്ലല്ലോ. അപ്പോൾ അവരെ ഈ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ വ്യക്തി രേണു സുധി എന്താ ചെയ്ത്? അവരെയും തേച്ചു. മനസ്സിലായോ? ഇതുവരെ വീട് വെച്ച് തന്നിട്ടുള്ള ആളെ തേച്ചു, മതിൽ കെട്ടിയവരെ തേച്ചു, സഹായം ചെയ്തവരെ തേച്ചു, ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് കാശ് കടം തന്നവരെ തേച്ചു. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നിട്ട് എവിക്ഷൻ സമയത്ത് 4 വോട്ട് കിട്ടിയിട്ട് അവർ ജയിക്കും, 4 വോട്ട് കിട്ടി ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുള്ള ആ ഒരു കസിനെയും തേച്ചു. മനസ്സിലായോ? പാവം പിടിച്ച ഒരു കസിന് അവൻ്റെ തലക്കായി. ഇനി അങ്ങനെ ഒരു ചങ്ങായി ദൈവം ശരിക്കുണ്ടോ അറിയില്ല. കസിനെ നീ വീഡിയോ കാണുന്നുണ്ടോ? ഇങ്ങനൊരു കസിൻ ഉണ്ടോ? അഥവാ ആ കസിനാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൊന്നാര ചങ്ങായി, എൻ്റെ കാര്യം പോക്കാണ്. നിന്നെയും തേച്ചു. കുറക്കെ മാറിക്കുക. ഫിറോസ്, മറുനാടൻ, ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ ലിസ്റ്റിലേക്ക് ഈ ചങ്ങായിനെ മാറ്റി നിർത്തുക. ഈ കസിനും മാറിക്കുക. കസിനെ പച്ചക്ക് തേച്ചു. കസിൻ നാറി. ഇതിലേറെ കൂടുതലൊരു കസിൻ നാറാനുണ്ടോ? ഇഫ് യു ഹവ് ഡൺ സംതിങ് ഫോർ, നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ സംഗതിയൊക്കെ എന്തെപ്പോൾ ഉണ്ടായത്? നിങ്ങൾക്കും പണി കിട്ടി. അപ്പോൾ ഇതുപോലെ നന്മ വിചാരിച്ചിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ചങ്ങാതിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഐ എം റിയലി സോറി ടു സേ ദിസ്. ഒന്നും തോന്നരുത് എന്നോട്. ദയവ് ചെയ്ത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടില്ല. ഇനിയും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എന്ത് കമൻറ്റൊക്കെ പറയാനുള്ളറിയില്ല. ബിഗ് ബോസ് ആണ് പറഞ്ഞത്, ബിഗ് ബോസ് ഷോ ലാലേട്ടനാണ് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര മോശമാണത് എന്നുള്ളത്. ഭയങ്കര മോശമെന്ന് പറഞ്ഞ് അല്ലേ? ഇതിനുപോലെ വേറെയും പല കാര്യങ്ങളുണ്ട്. ലിസ്റ്റ് മറ്റേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് പറയുക. അടിസ്ഥാനപരമായിട്ട് ഷോനെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും പുറത്തുനിന്ന് ആൾക്കാരനെ ചെയ്യാൻ പാടില്ല. ഞാൻ സത്യത്തിൽ അതിശയിച്ച എന്താ അറിയോ? ഞാൻ വിചാരിച്ചു ഈ സ്ത്രീ പോയിക്ക് പുറത്താക്കിയതുള്ളതിനെ. കാരണം ദാറ്റ്സ് എ വെരി ഗ്രേവ് മിസ്റ്റേക്ക് അല്ലേ? ഹ്യൂജ് വലിയ മിസ്റ്റേക്കാണത്. ഗൗരവകരമായിട്ടുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഷോനെ നാശാക്കണ സ്ഥിതി ചെയ്യാൻ എടുത്തട് പുറത്തേക്ക് കളയും. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അതിനെ അവിടെ നിർത്തിയിട്ടെന്ന് എനിക്കറിയില്ല. TRP എന്തോ ഒക്കെ അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. 7ൻ്റെ പണി പ്ലസ് 1 പണി രേണുസുതി = 8ൻ്റെ പണി. ആ 8ൻ്റെ പണി കിട്ടുന്നത് അവർക്കാന്നുള്ള അവർ ഐഡൻറ്റിഫൈ ചെയ്തു. അവർക്കാണോ ഉമ്മക്കാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ? ആ 8ൻ്റെ പണി കിട്ടിയത് ബിഗ് ബോസിനാണ്. അതിൽ നിന്ന് ഒന്നും വായിച്ചു കളഞ്ഞ് അതേ 7ൻ്റെ പണി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെട്ടോട്ടോടി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ. സീരിയസ് ആയിട്ട്
പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ലതും ഇത് വെച്ച് അജണ്ട വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയും ആൾക്കാർ. ഇവിടെ എന്ത് തേങ്ങ, ഇത് കണ്ടിട്ട് നിങ്ങൾ കാണുന്നവർ തന്നെ, ഇവരൊക്കെ കാണുന്നവർ തന്നെ അതേമാതിരി അഭിപ്രായം ഞാൻ കണ്ട് എൻ്റെ അഭിപ്രായം പറയുന്നു. അല്ലാതെ വേറൊരു സംഭവം. ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് വേണം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കാനുള്ള കണ്ടസ്റ്റൻസ് വേണം. നിങ്ങൾ കോണ്ടന്റ് ഡെലിവർ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ നിലവാരം കാത്തു സൂക്ഷിക്കാനുള്ള കണ്ടസ്റ്റൻസ് ആണ് വേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഓളം ഉണ്ടാക്കി 10 ആൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു നിലവാരം ഉണ്ടാവുള്ളൂ. അവർ ഡെലിവർ ചെയ്യുന്ന കോണ്ടന്റിനും ആ നിലവാരം ഉണ്ടാവുള്ളൂ. ഞാൻ ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് അതിനുള്ള സംഗതികളൊന്നും പറയുന്നില്ല. ഇത് ഇടപെട്ടിട്ടുള്ള ഓരോ കേസും നോക്കി കൊണ്ടുപോകും. ഏതല്ലാത്തൊരു സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. നാളെ മുതൽ ഉണ്ടാവും എന്നുള്ള അറിയില്ല. ഇതെങ്കിലും കണ്ടിട്ട് മര്യാദയ്ക്ക് പഠിച്ചാൽ നന്ന്. ഞാൻ എത്ര പറയണുള്ളൂ അതെന്തായാലും കേൾക്കില്ല. പക്ഷേ അതിനുള്ളിലുള്ള ആൾക്കാരെന്തായാലും കേൾക്കില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു ഇത് പറയണേ, ഇത്രത്തോളം സെക്കൻഡ് ചാൻസ് ഒന്നും ഒരു മനുഷ്യനും കിട്ടില്ല. ഒരു മനുഷ്യനും ലൈഫ് ഡസൻ ഗിവ് യു എ സെക്കൻഡ് ചാൻസ്. നിങ്ങൾക്ക് ജീവിതം രണ്ടാമത് ചാൻസ് തരുന്നില്ല. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് കിട്ടിയിരുന്ന ഒരു സെക്കൻഡ് ചാൻസ് ആണ്. ഇതിൽ നിന്ന് കണ്ടിട്ടെങ്കിലും പഠിച്ചിട്ട് നാളെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഭയങ്കര ഗെയിമറായിട്ട് ഇപ്പം നമ്മൾ വാഴ്ത്താൻ വേണ്ടിയിട്ടോ കാര്യങ്ങളോ അല്ല, അറ്റ്ലീസ്റ്റ് ആ ഒരു ബിഗ് ബോസ് എന്ന ഷോ ഇവരെ കൊണ്ടുപോയതല്ലേ, അറ്റ്ലീസ്റ്റ് ആ ഷോനെങ്കിലും ഒരു നല്ലത് ചെയ്യുന്ന പോലെയുള്ള ഒരു പരിപാടി പ്രവൃത്തി ആയിക്കൂടെ. എന്നിട്ട് അവിടെ കോമാളിത്തരം കാട്ടിയിട്ട് ഇട്ടിട്ട് എന്ത് കാര്യമാണിത്, എന്തൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്? അതേ ഞാൻ പറഞ്ഞ നിലവാരത്തിൻ്റെ കേസ് പറയേണ്ടത്. എന്നിട്ട് അത് കിടന്ന് ഏത്തിടുന്ന സമയത്തേക്ക് അവിടെയുള്ള ആൾക്കാരെന്നെ ചിരിച്ചിട്ടുണ്ടായിരിക്കും. ബിഗ് ബോസ് കൊടുത്ത് 7ൻ്റെ പണി ആ ആൾക്കാരുടെ മുന്നിലാണ് ഈ ഒരു സാധനം കാണിച്ചിട്ടുള്ളത്. അതായത് പുറത്തുനിന്ന് ചെയ്ത റീല് കാണിച്ചിട്ടുള്ളത് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ആൾക്കാർക്കാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നു ഇത് അടുത്ത ആഴ്ച സീരിയസ്ലി ഇതൊരു ആയുധാക്കി എടുക്കൂട്ടോ. പിന്നെ EMN ആയുധാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഏതോ മൂലക്കല, അത് തിരഞ്ഞ് കണ്ടുപിടിച്ച് ഇത് ഏത് മൂലക്കലായിരിക്കുന്നത് പോയിട്ട് ചിലപ്പോൾ അവിടെ പോയി യുദ്ധം ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? പക്ഷേ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികൾ കുറച്ചെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു വിഷയം വോട്ട് ചോദിച്ചു എന്നുള്ള കാര്യം എടുത്തിടാതിരിക്കില്ല. 100% ഷുവറാണ്. ഞാനുണ്ടെങ്കിൽ നല്ല പറയുന്നത്, നിങ്ങളെ അഭിപ്രായം പറയാം. നിങ്ങൾ ആരാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിലുണ്ടെങ്കിൽ എടുത്തിട്ട് വിഷയം തരും. അതിൻ്റെ ഗതികേടില്ല. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി വന്നിട്ട് വോട്ട് ചോദിച്ചിട്ട് കയറിപ്പോണ്ട ഗതികേട് നമുക്ക് ഉണ്ടായില്ല എന്നല്ലേ പറയുള്ളൂ, അല്ല അതല്ലേ പറയുള്ളൂ. അത് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. നിലവാരം കാത്തു സൂക്ഷിക്കുന്ന കണ്ടസ്റ്റൻസിനെ വെക്കുക. പ്രേക്ഷകരുടെ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ഉണ്ടാക്കി സംഭവം സംസാരിച്ച് പോകും. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇതൊരു റിലീഫായിട്ട്, അല്ലെങ്കിൽ ഇതൊരു എൻ്റർടൈൻമെൻ്റായിട്ട്, ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ സാധനം നോക്കി സമയം കളയുന്നതിന് എന്തെങ്കിലും ഒരു നീതി കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാർ വേണ്ടേ? കുറച്ചൊക്കെ നിലവാരമുള്ള ആൾക്കാർ വേണ്ടേ? അതല്ലേ ബിഗ് ബോസ്. അല്ലാണ്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് കോണ്ടന്റ് ശരിയാണ് നമ്മളൊക്കെ എടുത്ത് കോണ്ടന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്? അത് കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ്. പക്ഷെ അത് കാണാൻ ആൾക്കാർ പോലും ഞാൻ പറയാം കുറച്ചൊരു വാല്യൂ, നിലവാരം കുറച്ച് വേണം. യെസ്, ഇത്ര തന്നെയുള്ളൂ. വേറൊന്നും പറയാനില്ല. ഈ ഒരു വിഷയം വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യം അവർ ചർച്ച ചെയ്തതിൽ വലിയൊരു സംഗതിയാണ്. എന്നിട്ടൊന്നും അതിൽ നിന്നിട്ടില്ല, വീണ്ടും പോയി പോട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ബാക്കി ഇനി അടുത്ത ഒരു വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മുടെ മെയിൻ ചാനലിലൂടെ മാത്രമേ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ, നോട്ടിഫിക്കേഷൻസ്. കാരണം റീസൺ ഇതാണ്, കൂടുതൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് പോകാത്തൊരു പ്രശ്നമാണ്. നമുക്ക് വ്യൂസ് ആണല്ലോ കാര്യമായിട്ട് വേണ്ടത്. പിന്നെ മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അപ്ഡേറ്റ്സ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2-3 അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഇടണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് 2-3 ചാനൽ. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കാണ്. നമ്മൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്താ അറിയോ, അവർ ചിലപ്പോൾ ചിന്തിക്കുക എന്താ പറയുക, ഇവൻ്റെ വായ അടുപ്പിക്കുക, അവരുടെ ചാനലടിച്ച് കളയാന്നൊക്കെയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സേഫ്റ്റി സെക്യൂരിറ്റി പ്രിക്കോഷൻ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് നാളെ നിങ്ങളോട് സംസാരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. കുറച്ച് ലേറ്റായി പോയി ഈ ഒരു വീഡിയോ ചെയ്യാൻ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യോ, ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ. ബൈ.